ഹലോ ഗായ്സ്, ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കും കഥ കേൾക്കാൻ ആഗ്രഹമില്ലേ? എന്നാ കേട്ടോ. അങ്ങുമിങ്ങും മണൽക്കാടുകളിൽ നിന്ന് ഉഷ്ണമുള്ള, അതായത് ചൂടേറിയ നാട്. ആ നാടിൻ്റെ പേര് മക്ക എന്നാണ് കേട്ടോ. കരുണ എന്താണെന്നോ സ്നേഹം എന്താണെന്നോ അവിടുത്തെ ജനങ്ങൾക്ക് അറിയുകയില്ല. ക്രൂരരും ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുമായിരുന്നു അവർ. അങ്ങനെ ആ നാട്ടിലെ ജനങ്ങളെ മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും നേരിന്റെ മാർഗത്തിലേക്ക് നയിക്കുവാൻ ദൈവം അവന്റെ അവസാന ദൂതനെ അയച്ചു. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് കേട്ടോ. അങ്ങനെ അദ്ദേഹം അവർക്കിടയിൽ പണി തുടങ്ങി. കഥ നീട്ടി പറയാൻ സമയമില്ല കേട്ടോ കൂട്ടുകാരെ. ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അനേകൾക്കും കഠിനകഠോരമായ വേദനാജനകമായ, നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത പീഡനങ്ങളും വേദനകളും ആ ദുഷ്ടർ അയച്ചു കിട്ടും. അങ്ങനെ ഗത്യന്തരമില്ലാതെ ആ ദൂതൻ ഒളിച്ചും പാത്തും ദിവസങ്ങളെടുത്തും റബ്ബിൻ്റെ കൽപ്പന പ്രകാരം മദീനയിലേക്ക് ഹിജ്റ ചെയ്തു. ഇപ്രകാരം അനേകളും പേടിച്ചും പിടിക്കപ്പെടുമെന്ന് ഭയന്നും മദീനയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ നമ്മുടെ കഥാപുരുഷൻ ആരാണെന്ന് അറിയണ്ടേ? ഉക്കാച്ചന്റെ വിറപ്പിച്ച വീരനായകനായ ഉമർ. വെറും ഉമറിലെ കേട്ടോ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് കഅബയുടെ അടുത്തേക്ക് നടന്നു വന്നു. ആ നടത്തിന്റെ ശബ്ദം കേട്ട് ഇവിടെ കൂടിയിരുന്ന കുറേശ്ശെ കിങ്കരന്മാരെല്ലാം അദ്ദേഹത്തെ നോക്കി. ഭീതിജനകമായ നിമിഷങ്ങൾ. കാരണം എന്താണെന്ന് അറിയണ്ടേ? ഉമർ വെറും കൈയോടല്ലായിരുന്നു വന്നത്. വാളും അമ്പും വില്ലും മറ്റുമെല്ലാം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ. അദ്ദേഹം വാൾ ഊരിക്കൊണ്ട് അലറി, ഹേ ജനങ്ങളെ, ഞാൻ മദീനയിലേക്ക് പോവുകയാണ്. ആരെങ്കിലും മക്കൾ യത്തീമാകണമെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഭാര്യ വിധവയാകണമെന്നുണ്ടെങ്കിൽ എന്നോട് മുട്ടാൻ വരട്ടെ. ആരും അണങ്ങിയില്ല. അങ്ങനെ അദ്ദേഹം ആരെയും ഭയക്കാതെ ഒളിക്കാതെ ധൈര്യമായി മദീനയിലെത്തി. കൂട്ടുകാരെ, ഞാൻ എൻ്റെ ഈ കൊച്ചു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.